നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നടക്കട്ടെ അച്ഛാ. അച്ഛന്റെ പേര് കഴിഞ്ഞിട്ട് പൂജ ദൈവത്തിന്റെ പേര് പോലും എഴുതൂ. എന്ന് വെച്ചാ ദൈവത്തിന്റെ മുകളിലെ ദൈവം. ആ ദൈവം ഭക്തയെ ചവിട്ടി എറിഞ്ഞിരിക്കുന്നു, ഒരു ദുഷ്ടയ്ക്ക് സ്ഥാനം കൊടുക്കാനായിട്ട്. വിനാശകാലെ വിപരീത ബുദ്ധി. അച്ഛൻ ഇവിടെ അകത്ത് കയറ്റിയത് അച്ഛന്റെ നാശത്തിന്. അച്ഛാ, അച്ഛൻ സ്വയം കുഴി തോണ്ടിക്കൊണ്ടിരിക്കുക. കണ്ടാൽ അറിയാത്തവൻ കൊണ്ടാൽ അറിയുമെന്ന് പറയും. അച്ഛൻ കൊണ്ടിട്ടും പഠിച്ചിട്ടില്ല. അതോ ഇനി ഞങ്ങൾക്ക് ആർക്കും അറിയാത്ത വേറെന്തെങ്കിലും രഹസ്യമുണ്ടോ? ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത മറ്റൊരു രഹസ്യമുണ്ട്. എൻ്റെ മനസ്സ് അതാരും മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഞാൻ ദൈവത്തിൻ്റെ മുകളിലുള്ള ദൈവമെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്നേഹിക്കാനേ അറിയൂ. അച്ഛൻ തത്വമൊന്നും പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ഞാനൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. അച്ഛന് ഞാനൊരു മുന്നറിയിപ്പ് തരുക. പൂജ സ്വന്തം കുഞ്ഞിനെ പോലെ മനസ്സിൽ കൊണ്ടു നടന്ന ആ മോളില്ലേ, പൂജ മുലപ്പാൽ കൊടുത്ത് അമ്മയുടെ സ്നേഹം നൽകിയ ആ മോൾ, അതിനെയും ഇവള് കൊല്ലും. അർജുൻ! എന്ത് അർജുൻ? അർജുൻ എന്ന് ഹൃദയം പൊട്ടി വിളിച്ച അച്ഛൻ വികാരം കൊള്ളണ്ട. ഇവളുടെ ദുഷ്ടതയൊക്കെ പച്ച വെള്ളം പോലെ അച്ഛനും അറിയാം. എന്നിട്ട് ആദ്യം കേൾക്കുന്ന പോലെ ഒരു അർജുൻ. അച്ഛാ, അച്ഛനേക്കാൾ ഒരുപാട് ക്രിമിനലുകൾ കണ്ടവനായി ഞാൻ. അതിൽ ഇവളെ പോലെയുള്ളവരുടെ മനഃശാസ്ത്രം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജന്മനാ ദുഷ്ടതയുള്ളവർക്ക് ദുഷ്ടതയായിട്ടേ ഇരിക്കാൻ പറ്റുള്ളൂ. ഇവള് ജനിച്ചതേ ദുഷ്ടയായിട്ടാ. മരിക്കുന്നത് വരെ അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ടാ പറഞ്ഞത്, പൂജയ്ക്ക് സ്നേഹമുള്ള കുഞ്ഞാണെന്ന് അറിഞ്ഞാൽ ഇവള് ആ കുഞ്ഞിനെ അപായപ്പെടുത്തും. അച്ഛൻ വീണ്ടും ജയിലിലാവും. അർജുൻ, ഇനി ഞാൻ പറയട്ടെ. മിണ്ടരുത്. എന്റെ നാവ് പിടി കിടക്കും ഞാൻ. മകളെ, വലിയ ചേച്ചി, ആ കുഞ്ഞിനെ നിങ്ങൾ സൂക്ഷിച്ചോണം. എനിക്ക് അത്രേ പറയാനുള്ളൂ. അർജുൻ, നിൽക്ക് പ്ലീസ്. അർജുൻ പറഞ്ഞതൊക്കെ 100% ശരിയായ കാര്യങ്ങളാണ്. എന്നാൽ എനിക്ക് പറയാനുള്ളതും അതുപോലെ സത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അർജുന് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കുറേ ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അതേക്കുറിച്ച് സംസാരിക്കാം. അർജുൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാനും പറയും. പൂജയുടെ പേരെഴുതി കഴിഞ്ഞിട്ടേ ഞാൻ മറ്റു മക്കളുടെ പേരെഴുതൂ. അർജുനും എൻ്റെ മോൻ തന്നെയാ. ആ ബന്ധമൊക്കെ ഇന്നത്തോടെ കഴിഞ്ഞു. ഇനി ഞാനോ എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലുമോ സ്നേഹസദനവുമായോ അച്ഛനുമായിട്ടോ സഹകരിക്കില്ല. ശപഥം പോലെ തന്നെ ഞാൻ പറയുക, സ്നേഹസദനവുമായിട്ട് ഇനി ആരും സഹകരിക്കില്ല. ഇനി അഥവാ ആരെങ്കിലും ഇവിടുമായിട്ട് സഹകരിച്ച ആ ആളിന് ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. Ah
അർജുൻ, എന്താടാ? എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു? താനൊക്കെ എന്തിനാടോ പോലീസാന്ന് പറഞ്ഞ് തൊപ്പിയും വെച്ച് കാക്കിയിട്ട് നടക്കുന്നേ? കൊലയാളികളും ഗുണ്ടകളും ക്രിമിനലുകളും ജയിലിൽ നിന്ന് പുഷ്പം പോലെ ഇറങ്ങി വരുന്നത്. എനിക്ക് മനസ്സിലായി. എനിക്കും ഇപ്പൊ മെസ്സേജ് വന്നായിരുന്നു, പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലേ. എടോ, എത്ര കൂളായിട്ടാ താനീ പറയുന്നത്? പ്രിയ ജയിലിൽ നിന്ന് ഇറങ്ങിയത് അല്ലേ? എടോ, പോലീസ് സംവിധാനം വിചാരിച്ച ഇവരെ പോലെയുള്ളവരെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലേ? കൊടും കുറ്റവാളിയാണ് പ്രിയ, അത് ഡിപ്പാർട്ട്മെന്റിനും അറിയാം. പിന്നെ അവൾക്ക് എങ്ങനെ ജാമ്യം കിട്ടി? എന്തിനാ ജാമ്യം കൊടുക്കുന്നത്? അതിനിത്ര ഞാനല്ല പറയേണ്ടത്, താനാ. എടോ, പോലീസ് സംവിധാനമല്ല, നിയമ സംവിധാനം അവളെ പുറത്തിറക്കിയത്. നിങ്ങൾ കോടതിയിൽ തെളിവല്ലേ നോക്കുന്നേ? അവൾക്ക് പുറത്തിറങ്ങാൻ നിയമപരമായ അർഹതയുണ്ടായിരുന്നു, പുറത്തിറങ്ങി. എടോ, തനിക്കറിയില്ലേ, അവള് വിചാരണ തടവുകാരി മാത്രമാ, ശിക്ഷിച്ചിട്ടില്ല. എന്തായാലും താനൊന്ന് ശാന്തനാവ്, നമുക്ക് സംസാരിക്കാം. പുറത്തിറങ്ങുന്നവരുടെയും ജാമ്യം കിട്ടുന്നവരുടെയും ഡീറ്റെയിൽസ് ജയിൽ വകുപ്പിൽ നിന്ന് ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചു തരും. പ്രിയ ജാമ്യത്തിൽ ഇറങ്ങിയെന്നറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി. പക്ഷേ ഞാൻ ആദ്യം ആലോചിച്ചത് അവളെ എങ്ങനെ പൂട്ടാന്നുള്ളതാ. കിരൺ, അവളെ അകത്താക്കിയേ പറ്റൂ. ഇത് ഞങ്ങളുടെ അഭിമാന പ്രശ്നമാണ്. എടോ, താനേ ഉള്ളൂ ഞങ്ങളെ സഹായിക്കാനായിട്ട്. താനൊന്ന് സമാധാനിക്ക്, നമുക്ക് അവളെ കൊടുക്കാം. ഇവളെ പോലുള്ള കുറ്റവാളികൾ ജാമ്യത്തിൽ ഇറങ്ങിയാൽ എന്തെങ്കിലും ചെറിയ ക്രൈമിലേക്ക് പോവും. അങ്ങനൊരു അവസരത്തിന് നമ്മൾ കാത്തിരിക്കണം, അപ്പൊ തന്നെ അവളെ കൊടുക്കാം. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അവളുടെ താവളം ലൊക്കേറ്റ് ചെയ്യില്ല, അവൾ എവിടെയാ താമസിക്കുന്നതെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ എളുപ്പാ, ഞാൻ പറഞ്ഞുതരാം. സ്നേഹസദനം. സ്നേഹസദനം? വിശ്വനാഥൻ സാറിന്റെ സ്നേഹസദനം? അതല്ലോ, അദ്ദേഹം അവൾക്ക് അവിടെ അഭയം കൊടുത്തു. പ്രിയയ്ക്ക് സ്നേഹസദനത്തെ അഭയം കൊടുക്കാൻ വിശ്വനാഥൻ സാറിന് എന്തെങ്കിലും മെന്റൽ പ്രോബ്ലം ഉണ്ടോടോ? അദ്ദേഹത്തിനല്ല, അദ്ദേഹം കാരണം ഞങ്ങൾക്ക് വല്ല മെന്റൽ പ്രോബ്ലം ഉണ്ടാവുമെന്നാ. എടോ, ഞാനിപ്പോ സ്നേഹസദനത്തിൽ നിന്ന് വരുന്നത്. ഞാൻ അവളെ പിടിച്ച് വലിച്ചു പുറത്തിടാൻ നോക്കിയതാ, പക്ഷെ വിശ്വനാഥൻ അച്ഛൻ സമ്മതിച്ചില്ല. എന്റെ പൊന്നർജുൻ, അബദ്ധങ്ങളൊന്നും കാണിക്കരുത്. അവൾ ഒരു പരാതി കൊടുത്താൽ താൻ അകത്താ. ലീഡിംഗ് അഡ്വക്കേറ്റിനോട് ഞാനിതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. അർജുൻ, സംയമനം പാലിക്കേ. വിശ്വനാഥൻ സാറിനെ ഞാനൊന്ന് കാണണോ? വേണ്ട. ഇനി ദൈവം തമ്പുരാൻ ചെന്ന് പറഞ്ഞാലും പുള്ളി കേൾക്കില്ല. അത് വിട്, നമുക്ക് പ്രിയക്കെതിരെ എങ്ങനെ നീങ്ങാൻ പറ്റും അത് നോക്കാം. അങ്ങനെ പ്രായോഗികമായിട്ട് ചിന്തിക്കുക. എന്തായാലും ഒരാഴ്ച അവളെ അവളുടെ വഴിക്ക് വിടണം. താൻ എന്തായാലും സമാധാനമായിട്ട് വീട്ടിൽ പോകും. അവളെക്കുറിച്ച് നമ്മൾ ഒരാഴ്ചക്കകം സംസാരിക്കും. അതിനിടയ്ക്ക് ഞാനൊരു പ്ലാൻ ഉണ്ടാക്കാം. എന്നാലും എന്തൊരു ഗതികേടാണോ ഇത്. ഈ കൊടും ക്രിമിനലുകൾക്കും ഗുണ്ടകൾക്കും വേണ്ടി കേസിന് വക്കാലത്തെടുക്കുന്നവരും ഇതൊക്കെ ഒന്ന് ആലോചിക്കണം. താനൊന്ന് സമാധാനിക്ക്, ഞാൻ കൂടുണ്ട്. അർജുൻ ആ പ്രിയെ ഇപ്പൊ ചവിട്ടി പുറത്താക്കി കാണൂ. ഈശ്വര, അവൾ എത്രയും പെട്ടെന്ന് തന്നെ ജയിലിലേക്ക് തിരിച്ചു പോണേ. അവളെ സ്നേഹസദനത്തിൽ നിൽക്കുന്ന ഓരോ നിമിഷവും എനിക്ക് ആപത്താം. അവളെ പഴയ കാര്യങ്ങളെല്ലാം വസന്തേട്ടനോട് പറഞ്ഞ ആകെ കുഴയും. അതുമാത്രമല്ല, ഞാൻ സന്തോഷത്തോടെ ജീവിക്കുന്ന കണ്ട് അസൂയപ്പെട്ട് ചുമ്മാ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയ പോരെ. എല്ലാത്തിനും ഞാനും കൂട്ടുപ്രതിയാണെന്നൊക്കെ. ഞാനും അകത്താവും. വസന്തേട്ടനൊന്ന് വിളിച്ചു നോക്കിയാലോ? മധു പറഞ്ഞോ. ഹലോ വസന്തേട്ടാ, അർജുൻ അവിടെ വന്നിരുന്നോ? വന്നിട്ടുണ്ടായിരുന്നു. വലിയ ബഹളമൊക്കെ ആയിരുന്നു. പ്രിയെ അവിടുന്ന് പുറത്താക്കിയോ? ഇല്ല, പ്രിയ ഇവിടുന്ന് പോകില്ല. അവൾ ഇവിടെ തന്നെ കഴിയും. അതെങ്ങനെ? അർജുൻ സമ്മതിച്ചോ? ഇല്ല, ഇവിടെ വലിയ തർക്കവും ബഹളമൊക്കെ ആയി. പ്രിയെ വലിച്ചു പുറത്തിറക്കിയതാ. പക്ഷേ വിശ്വാസ് സാർ ഇടപെട്ടു. എന്തിന്? വിശ്വാസ് സാർ പ്രിയയോട് ക്ഷമിച്ചല്ലോ. അർജുന് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ടാ പോയത്.